പാല് മേടിക്കാൻ ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേന് അമ്മ പോണ്ട ഞാൻ പോവാന്ന് പറഞ്ഞത് ആര്യക്ക് ചേർന്ന് പോയി പാലൊക്കെ മേടിച്ചിട്ട് വരുന്നതാണ് കേട്ടോ. ഞാൻ കരുതി പോയിട്ട് വരട്ടെ, ഞാനിങ്ങനെ വാതിക്കൽ നോക്കി നിന്നാൽ മതിയല്ലോ. അപ്പൊ ചായക്ക് ഒന്നും ഉണ്ടാക്കിയില്ല, കടപ്പലഹാരം മേടിച്ചിട്ടുണ്ടായിരുന്നു. പലഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ പലഹാരം ഇല്ലേ, കുറച്ച് പക്കവടയും കുറച്ച് കപ്പ് ഓർത്തും ഉണ്ടായിരുന്നു. പിള്ളേർക്ക് രണ്ടുപേർക്കും എന്താ ബൂസ്റ്റ് ഇട്ട് പാലും കൊടുത്തിട്ടുണ്ട്. ഞാനും ഓരോ കപ്പ് കാപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സഹായം വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുത്ത വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ തട്ടിക്കൂട്ട് ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ഞാനാണെങ്കിൽ ഇന്ന് ട്യൂഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. വേഗം എന്താ ഉണ്ടായിരുന്ന പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു. ട്യൂഷൻ എടുക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര എനർജിയാണ് കേട്ടോ. അപ്പൊ അന്നമോളും ചോക്കൂട്ടിന്റെ ക്ലാസ്സിൽ പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ചോറൊക്കെ വെക്കണമായിരുന്നു, കറി ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് കറി വെക്കേണ്ട കാര്യമില്ല, ഒരു മുട്ടയും കൂടി വറുത്തിട്ടുണ്ടെങ്കിൽ രാത്രിത്തേക്ക് ആയിക്കോളും. പിന്നെ വീടൊന്ന് ക്ലീൻ ചെയ്യാൻ ഓർത്തപ്പത്തേനും ചൂല് കൊണ്ട് എന്നേലും മുന്നേ ഓടുന്നു, എന്നെ സഹായിക്കാൻ വേണ്ടി ഓടുന്ന എൻ്റെ മോനെയാണ് കാണുന്നത്. അപ്പം ഞാൻ തെങ്ങ് തന്നേരെന്ന് പറഞ്ഞ് ഞാൻ മേടിച്ചു, വേഗം അടിച്ചിട്ടു. പിള്ളേർ വരുമ്പോഴത്തേനും കുറച്ച് ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ചടപടി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതാ വയറ് നിറച്ച് വെള്ളവും കുടിച്ചിട്ട് ഞാൻ ഇനി എൻ്റെ പഴയ അങ്കത്തട്ടിലേക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ.